നമസ്കാരം. ശബരിമലയിലടക്കം സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ കടുംവെട്ട് നടത്തുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ നവകേരള സദസ്സിന് പണം ലഭിക്കുന്നതിൽ ആ ധൂർത്ത് നടത്തുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദീപാലങ്കൃതമായിട്ടുള്ള നഗരവീഥികളെയാണ്. ഈ നഗരവീഥികളും ഗ്രാമവീഥികളും ഇങ്ങനെ അലങ്കരിച്ചു കൂട്ടുമ്പോൾ ഞാനടക്കമുള്ളവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചു പോയത് എവിടെയെങ്കിലും പള്ളിപ്പെരുന്നാളോ ഉത്സവമോ നടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ശ്രീ പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിൽ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിൻ്റെ സമാപന സമ്മേളന വേദികളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ആ വഴികൾ ഇങ്ങനെ ദീപാലങ്കൃതമാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് പൊടിപൊടിക്കുന്നത്, കോടികളാണ് ഇതിലൂടെ നഷ്ടപ്പെടുത്തുന്നത്, വലിയ ധൂർത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പോലീസിനും ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ശബരിമലയിൽ 2023-2024 മണ്ഡല മകരവിളക്ക് സമയത്തെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷേഖ് ദർവേഷ് സാഹിബ് നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് സർക്കാരിൻ്റെ കടുംവെട്ട് നടന്നിരിക്കുന്നത്. കാരണം 29 ലക്ഷം രൂപ ചോദിച്ചെടുത്ത് അനുവദിച്ചത് വെറും 9 ലക്ഷം രൂപ മാത്രം. പകുതി തുക പോലും അനുവദിക്കാതെയാണ് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മണ്ഡലകാലത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ട്, ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങേണ്ടതുണ്ട്. ഇവയൊക്കെ വാങ്ങുന്നതിനായിട്ടാണ് 29,57,500 രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവംബർ മാസം 13-നാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്തയക്കുന്നത്. എന്നാൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വൻപിച്ച തിരക്കായിരുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ആ തിരക്ക് നിയന്ത്രിക്കുവാനോ അവിടെ പോലീസുകാരെ വിന്യസിക്കുവാനോ ഒന്നും ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല, മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല, മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് ജനം തിരികെ ചോദിച്ചു തുടങ്ങിയിരുന്നു, ഇതെന്ത് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരടക്കം ചോദിച്ചു തുടങ്ങിയിരുന്നു, ഇവിടെ അങ്ങനൊരു സർക്കാരുണ്ടോ, സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്പലമാണോ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് സംവിധാനങ്ങളുണ്ടോ, അവർക്ക് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലും പോലീസ് സംവിധാനം ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ പോലീസ് വലയുന്നതിനിടെ കത്ത് നൽകി ഒരു മാസവും കഴിഞ്ഞിട്ടും ഈ മാസം 19-നാണ് 9,30,000 രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ പരിപാടി ആരംഭിക്കുന്നത്, അതായത് ശബരിമലയിലെ മണ്ഡലവിളക്ക് മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുന്നത് നവംബർ മാസം 17-ാം തീയതിയാണ്. ആ നവംബർ മാസം 17-ാം തീയതി തുടങ്ങേണ്ടിയിരുന്ന പദ്ധതിക്ക് കത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്. അതിൻ്റെ ഉത്തരവിറങ്ങിയിരിക്കുന്ന ഈ മാസം 18-ാം തീയതിയാണ്. അതും ലഭിച്ചിരിക്കുന്നത് 9,30,000 രൂപയാണ്. 29 ലക്ഷത്തിലധികം രൂപ ചോദിച്ചിടത്താണ് 9 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് സർക്കാർ. ഓരോ സാധനത്തിനും സർക്കാർ അനുവദിച്ച തുക എന്ന് പറയപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചതല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റീചാർജബിൾ ട്രാഫിക് ബാറ്റൺ എന്ന് പറയപ്പെടുന്നത് 45,000 രൂപ, ട്രാഫിക് കോൺ എന്ന് പറയപ്പെടുന്നത് 95,000 രൂപ, റിഫ്ലക്റ്റീവ് ജാക്കറ്റ് 1 ലക്ഷം, കമാൻഡോ ടോർച്ച് 25,000, ബാരിക്കേഡ് ടേപ്പ് 15,000, റെയിൻകോട്ട് 5 ലക്ഷം, സ്റ്റേഷനറി എന്ന് പറയപ്പെടുന്നത് 50,000, ഈ വ്രിസ്റ്റ് ബാൻഡ് എന്ന് പറയപ്പെടുന്നത് 1 ലക്ഷം. ഇങ്ങനെയൊക്കെയാണ് അനുവദിച്ചിരിക്കുന്നത്. ചോദിച്ചത് വേറെയും കിട്ടിയത് മറ്റൊന്നും. സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതിനിടെയാണ് പോലീസിന് തുക അനുവദിക്കുന്നതിൽ സർക്കാർ കനത്ത അലംഭാവം കാണിക്കുന്നത്. മാത്രമല്ല വല്ലാത്ത രീതിയിൽ ശബരിമലയെ തള്ളിക്കളയുന്നു എന്ന് പറയേണ്ടി വരും. ശബരിമലയിൽ മതിയായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയും സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ടിരുന്ന ഈ സാഹചര്യത്തിൽ പോലും അത് നടത്തിക്കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വാഹനങ്ങളുടെ പരമാവധിയായിട്ടുള്ള പാർക്കിംഗ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർക്കിംഗ് ഗ്രൗണ്ടിലും മതിയായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും വിന്യസിക്കണമെന്ന് വരെ കോടതി നിർദ്ദേശിച്ചിരുന്നു. നടപ്പാക്കിയോ അങ്ങനെ? എന്നാൽ ശബരിമലയിൽ ആവശ്യത്തിനുള്ള ജീവനക്കാർ ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. സർക്കാർ അത് തന്നെയാണ് കോടതിയെ അറിയിച്ചതും. പക്ഷേ അങ്ങനെയാണോ അവിടെ സംഭവിച്ചത്? ഇതൊന്നും സംഭവിക്കുന്നതല്ല, പറയുന്നതല്ല നടക്കുന്നത്. അതേസമയം സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്ക് പോലീസ് ആവശ്യപ്പെട്ട തുക
അത് സർക്കാർ വെട്ടിക്കുറച്ചത് ആവശ്യത്തിന് പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഇല്ല എന്നതിന് തെളിവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതായത് ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും അവിടെ വലിയ ഭക്തജന തിരക്കുണ്ടായപ്പോഴൊക്കെ അത് നിയന്ത്രിക്കുവാൻ പോലീസ് സംവിധാനങ്ങളില്ല. പകരം നവകേരള സദസ്സ് നടക്കുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ എത്തുന്ന 3 or 4 വരുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരെയോ തല്ലിച്ചതയ്ക്കുന്നതിന് വേണ്ടി മാത്രം 2000-ലധികം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ആകെ 600 പോലീസിനെ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ കൃത്യമായി ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള പണമടക്കം കുറച്ചത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു അലംഭാവം ഉണ്ടാകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശബരിമല തീർത്ഥാടന കാലത്ത്. ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഭക്തജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, കുടിക്കാനുള്ള ശുദ്ധജലം പോലും ലഭിക്കാൻ സാധിക്കാത്ത തരത്തിൽ തകർന്ന ഒരു സംവിധാനമായി ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്തെ മാറ്റിയതിൽ ഈ സർക്കാരിന് പൂർണ്ണമായും പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ സർക്കാരിൻ്റെ അലംഭാവം, സർക്കാരിൻ്റെ കടുംവെട്ട് ഇത് കാരണമാണ് ഈ ശബരിമലയിൽ ഇത്രയധികം ഈ പറയുന്ന ഭക്തജന തിരക്കും കൂടാതെ തന്നെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മയും ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ശബരിമലയെപ്പോലും അവഗണിക്കുകയും അവർക്ക് അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ സാധനങ്ങൾ കൃത്യമായി എത്തിക്കാതിരിക്കുകയും കൃത്യമായ പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ശബരിമലയെ തകർക്കുന്നതിൻ്റെ ഭാഗമാണോ ഇത് എന്ന് ഭക്തജനങ്ങൾ ചോദിച്ചാൽ അതിനുകൂടി ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ ഈ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. ഒരു സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതിനു മുൻപ് തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഈ ചോദ്യത്തിനെ കുറച്ചുകൂടി ശക്തമാക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ഭക്തജനങ്ങൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീ ഭക്തജനങ്ങളെ കയറ്റണം അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2019 കാലഘട്ടത്തിൽ തുടങ്ങിയ യുദ്ധമായിരുന്നു ശബരിമലയിലുണ്ടായിരുന്നത്. അതിനുശേഷം ഈ അവഗണന തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് 2023 ഈ ശബരിമല കാലത്തും മണ്ഡല മകരവിളക്ക് കാലത്തും ഇപ്പോൾ അവിടുത്തെ ഭക്തജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഇങ്ങനെ ഭക്തജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിനും ഉണ്ടായത് എന്നുകൂടി നവകേരള സദസ്സ് കഴിയുമ്പോൾ പിണറായിയുടെ മന്ത്രിമാരും പറയേണ്ടി വരും.